Rahmatullahi ta'ala wa barakatuhu. Alhamdulillah. Salatu wassalamu ala rasulillah wa ala alihi wa sahbihi ajma'in amma ba'd. നമ്മള് മാ റഅയുക ഫിൽ വാജിബിൽ മൻസിലി എന്ന് പറയുന്ന കഴിഞ്ഞ ദിവസത്തെ ടെക്സ്റ്റ് ദർസ് സാലിസ് ആഷർ വഹദത്ത് സാബിയ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മള് വേറൊരു അടുത്തൊരു ചാപ്റ്ററിലേക്കാണ് കടക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് അടുത്ത ചാപ്റ്ററാണ്, അതായത് 14 ചാപ്റ്ററാണ്. അതിന് 13 എക്സസൈസുകൾ മുഴുവൻ ഡിസ്കസ് ചെയ്തിട്ടില്ല, എന്നാലും ഏറെക്കുറെ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് എടുക്കാം ഇൻഷാ അല്ലാഹ്. നമ്മൾ അത് എടുക്കുമ്പോൾ നമ്മൾ അവസാനത്തെ ഒരു ചാപ്റ്ററിന്റെ ലാസ്റ്റില് മാ റഅയുക ഫിൽ വാജിബിൽ മൻസിലി എന്ന് പറയുന്നത് അൽ വഹദ അസ്സാബിഅ എന്ന് പറയുന്ന ഭാഗം അൽ മുഹ്തവി, അതിൽ എന്തൊക്കെയാണ് ഡിസ്കഷൻ എന്നാണ് നമ്മൾ നോക്കുന്നത്. ആ ഡിസ്കഷനുകളെ ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് മുന്നോട്ട് പോകാമെന്ന് ഉദ്ദേശിക്കുന്നു. അതായത് 13ാമത്തെ ചാപ്റ്ററിന്റെ അവസാനം നമ്മൾ ഷെയർ ചെയ്തിരുന്ന ഒരു സ്ക്രീനാണ്. ആ സ്ക്രീനില് നമ്മൾ ഇതാണ് ഇതാണ് നമ്മൾ കാണുന്നത്. വഹദത്തു അസ്സാബിഅ മാ റഅയുക ഫിൽ വാജിബിൽ മൻസിലി ദർസ് സാലിസ് അശർ. അതുകൊണ്ട് എന്താണ് തറാക്കിബ് നഹവിയ എന്നുള്ള ഭാഗം, അസ്മാ, അഫ്ആൽ, കലിമാത്ത് നഹവിയ, തഅബീറാത്ത്, അതുപോലെ ആൻഡ് ഖിറാഅ, ഇത്രയും കൂടെ. തംഹീദ് നമ്മൾ പറയാണ്. അപ്പൊ തംഹീദ് എന്താണ് നമ്മൾ പറഞ്ഞ കാര്യം, 13ാം ചാപ്റ്ററിന്റെ പ്രത്യേകത. ഹാദാ ഹുവ ദർസുൽ അവ്വൽ അല്ലദീ യസ്തഖ്ദിമു ഉസ്ലൂബൻ മുനാഖശ. നമ്മൾ ഈ ചാപ്റ്റർ മുതൽ, അതായത് ദർസ് സാലിസ് അശർ മുതൽ ഒരു ഡിസ്കസീവ് മെത്തഡോളജിയാണ് ഉപയോഗിക്കുന്നത്. ഡിസ്കഷനാണ്, അതായത് ചോദ്യങ്ങൾക്ക് നേർക്ക് നേരെ ഉത്തരം പറയുന്നതിനേക്കാളേറെ ഓരോ ചോദ്യങ്ങൾക്കും വിവിധ തരം ഉത്തരങ്ങൾ സാധ്യമാകുന്ന ഒരു ഡിസ്കസീവ് മെത്തേഡാണ്. തുബാദിലു റായി, നമ്മുടെ ആശയങ്ങൾ, നമ്മുടെ ഐഡിയസ് നമ്മൾ കൺവേ ചെയ്യാണ്. മാ ഇന്തിഷാരി തറായിഖ് തർബിയത്തുൽ ഹദീസ, അതായത് മോഡേൺ ടീച്ചിങ് മെത്തഡോളജി വർദ്ധിച്ചോടുകൂടി ഉസീറ ജദൽ ഫി നവാഹിൻ അദീദ മിൻ ബൈനിഹിൽ വാജിബ്. അതാണ് അത് ചാപ്റ്ററിന്റെ ഒരു ഡിസ്കഷൻ ആണ്. മാ ഇന്തിഷാരി തറായിഖ് തർബിയത്തുൽ ഹദീസ, ആധുനിക വിദ്യാഭ്യാസത്തിന്റെ രീതിശാസ്ത്രങ്ങൾ, തുറുക്കുകൾ, അതിന്റെ മെത്തേഡ്സ് വ്യാപിച്ചതോടുകൂടി ഉസീറ ജദലുൻ, ഒരു കോൺഫ്ലിക്റ്റ് ഡെവലപ്പ് ചെയ്തു. ഫി നവാഹിൻ അദീദ, വിവിധ മണ്ഡലങ്ങളിൽ. മിൻ ബൈനിഹ, അതിൽപ്പെട്ടതാണ് അൽ വാജിബുൽ മദ്രസി, ഹോംവർക്കുകൾ എത്രത്തോളം കുട്ടികൾക്ക് നൽകാം, എത്രത്തോളം നൽകാൻ പാടില്ല എന്നുള്ള ഡിസ്കഷൻ ചാപ്റ്റർ. ഹൽ ഹുനാക ഖീമത്തുൻ ഫി ഇഅതാഇ സിഗാർ തലാമിദ് വ ഇജാബാത്തിൻ കസീറ, അതായത് കുട്ടികൾക്ക് ഹൽ ഹുനാക ഖീമത്തുൻ ഫി ഇഅതാഇ സിഗാർ തലാമിദ്, ചെറിയ കുട്ടികൾക്ക് അത്തരത്തിൽ നൽകുന്നതിൽ, വാജിബാത്തിൻ കസീറ, ധാരാളം അസൈൻമെന്റുകൾ നൽകുന്നത് മൂല്യബന്ധിതമാണ്, അത് ഗുണപരമാണോ? ഹൽ ഹുനാക ഖീമത്തുൻ, എന്തെങ്കിലും വാല്യൂ ഉണ്ടോ, അതിന് എന്തെങ്കിലും ഗുണമുണ്ടോ? ഫി ഇഅതാഇ സിഗാരി തലാമി വാജിബാത്തിൻ കസീറ, കൊച്ചു കുട്ടികൾക്ക് ധാരാളം അസൈൻമെന്റ്, ഹോംവർക്കുകൾ നൽകുന്നതിൽ എന്തെങ്കിലും വാല്യൂ ഉണ്ടോ? യറൽ ബഅദ് അന്നഹു മിനൽ അഫ്ളൽ, ചില ആൾക്കാർ പറയുന്ന മെച്ചപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ യസ്അ തലാമീദ് ബിഅൻഫുസിഹിം. യറൽ ബഅദ് അന്നഹു ഫിൽ അഫ്ളൽ അൻ യസ്അ തലാമീദ് ബിഅൻഫുസിഹിം വയബ്ഹഥു ഖാരിജ ജദ്റാനിൽ ഫസ്ൽ. അതായത് കൂടുതൽ ആൾക്കാരും പറയുന്നത് ഏറ്റവും മെച്ചം എന്ന് പറഞ്ഞാൽ അന്നഹു മിനൽ അഫ്ളൽ യറൽ ബഅദ് അന്നഹു മിനൽ അഫ്ളൽ അൻ യസ്അ തലാമീദ് ബിഅൻഫുസിഹിം, വിദ്യാർത്ഥികൾ സ്വയം പരിശ്രമിക്കട്ടെ. വയബ്ഹഥു ഖാരിജ ജദ്റാനിൽ ഫസ്ൽ, ക്ലാസ് റൂമുകൾക്ക് പുറത്ത് അവർ അന്വേഷിക്കട്ടെ.
ലാ അൻ യുജ്ബറു അലാ തഅദിയത്തി അമാലിൻ മുഅയ്യന, നിർണിതമായ അസൈൻമെന്റുകൾ അവർക്ക് നൽകാതിരിക്കുക, അവർക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുക, അവർ സ്വയം അന്വേഷിക്കട്ടെ. ഇതാണ് ഒരു കാഴ്ചപ്പാട്. ഫി ഹാദ ദർസ് യുഹ്സിനു ബിൽ മുഅല്ലിം അല്ലാ യുഫ്റല്ല റഅയം ബിഐനിഹി അല സഫ്. ക്ലാസ് റൂമിൽ ഒരു തരം ആശയവും വിദ്യാർത്ഥികൾക്ക് നൽകാതിരിക്കുക, കുട്ടികൾ സ്വയം അത് ചെയ്യാൻ പരിശീലിക്കുക. ഇതാണ് ഈ ചാപ്റ്ററിന്റെ. അത് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തതിന്റെ കാര്യമാണ്. അടുത്തത് നമ്മൾ ഈ ചാപ്റ്ററിൽ പരിചയപ്പെട്ട തറാക്കീബ് നഹ്വിയ്യ എന്നുള്ള ഭാഗം. ഒന്ന്, ഖദ് യഅമലു തലാമീദുൽ വാജിബ് ഹാദൽ മസാ യുകല്ലിഫുൽ മുദർരിസൂന അത്തലാമീദ അസ്സഗാർ ബിവാജിബാത്തിൻ കസീറ യഖ്ലി ബഅദു തലാമീദ് 3 സഅാത്തിൻ ഫി അമലിൽ വാജിബ് മാ മിഖ്ദാറുൽ വാജിബ് അല്ലദീ തുഅദ്ദീഹി കുല്ല യൗം. ഇത്രയും കാര്യങ്ങൾ കൊടുത്തു. ഖദ് യഅമലു തലാമീദ് അൽ വാജിബ്, ചില വിദ്യാർത്ഥികളെങ്കിലും അവരുടെ അസൈൻമെന്റുകൾ ചെയ്യുന്നു. ഹാദൽ മസ, ഈ വൈകുന്നേരം. ഖദ് യഅമലു തലാമീദ് വാജിബ് ഹാദൽ മസ. അവിടെ നോക്കിയ 2 ഒബ്ജക്റ്റുകളാണ്, അൽ വാജിബ് എന്നുള്ളതും ഹാദൽ മസ എന്നുള്ളതും. അതായത് അസൈൻമെന്റ് എന്നുള്ളത് യഅമലു തലാമീദു അൽ വാജിബ ഹാദൽ മസ, അതിന്റെ ഹാല് ഹാദൽ മസ. അസൈൻമെന്റ് ചെയ്യുന്നു, എപ്പോ ചെയ്യുന്നു? ഈ വൈകുന്നേരം ചെയ്യുന്നു. അപ്പൊ ഈ അൽ ഹാദൽ മസ എന്നുള്ളതും അൽ വാജിബ് എന്നുള്ളതും എന്താണ്? ഒരു മഫ്ഊലും ബിയുടെ സ്ഥാനത്താണ്. അതായത് ഒരു ഒബ്ജക്റ്റ് ആണ് എന്നുള്ളത്. ഒബ്ജക്റ്റ് 1, ഒബ്ജക്റ്റ് 2. അത് ആ സ്ട്രക്ചർ, അതിന്റെ ഗ്രാമാറ്റിക്കൽ നിയമങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ അതാണ് ആ സ്ട്രക്ചർ. അതുപോലെ യുകല്ലിഫുൽ മുദർരിസൂന, അധ്യാപകർ ഇൻട്രസ്റ്റ് ചെയ്യുന്നു. അസൈൻ, ദ ടീച്ചേഴ്സ് അസൈൻ അത്തലാമീദ, വിദ്യാർത്ഥികളെ, അസ്ഗാറ, അതായത് ചെറിയ വിദ്യാർത്ഥികളെ, ചെറിയ കുട്ടികളെ അസൈൻ ചെയ്യുന്നു. ബി വാജിബാത്തിൻ കസീറ, ബി വാജിബാത്ത്. അവിടെ വാജിബാത്തുകളാണ്. തലാമീദ സിഗാർ വാജിബാത്തൻ, അവിടെ ബി ഇല്ലെങ്കിലും, അതായത് യുകല്ലിഫുൽ മുദർരിസൂന തലാമീദ സിഗാർ വാജിബാത്തൻ, ഇല്ലെങ്കിൽ ബി വാജിബാത്തിൻ കസീറ, ധാരാളം അസൈൻമെന്റുകൾ കുട്ടികൾക്ക് നൽകി വരുന്നതായി കാണും. അപ്പൊ ആ തലാമീദ സിഗാർ എന്ന് പറയുന്നത് വാജിബാത്തിൻ കസീറ എന്ന് പറയുന്നത് 2 ഒബ്ജക്റ്റുകളാണ്. കല്ലഫ എന്ന ഫേലിന്റെ ഒബ്ജക്റ്റ്, അതിന്റെ പ്രെഡിക്കേറ്റ്, അതിന്റെ ഒബ്ജക്ട്, സബ്ജക്റ്റ് ഒബ്ജക്ട്, അതിന്റെ ഫായില് മുദർരിസൂനാണ്, മഫ്ഊൽ ബി തലാമീദ സിഗാർ എന്നുള്ളതാണ്. ഒപ്പം ബിവാജിബാത്തിൻ കസീറ എന്നുള്ള ജാർ മജ്റൂർ എന്നുള്ള ആ സിലയും അതിന്റെ സ്ഥാനത്താണ്. അതവിടെ ഇരിക്കട്ടെ. യഖ്ലി ബി ബഅദു തലാമീദ് 3 സഅാത്തിൻ, ചില വിദ്യാർത്ഥികൾ ചെലവഴിക്കുന്നു 3 സഅാത്തിൻ, 3 മണിക്കൂറിലധികം, 3 മണിക്കൂർ. ഫി അമലിൽ വാജിബ്, ഫി അമലിൽ വാജിബ് എന്ന് പറയുന്ന ഒരു ജാർ മജ്റൂർ, അതാണ് ലർഫ്. അതായത് അത് എപ്പോഴാണ്? യഖ്ലി, ചെലവഴിക്കുന്നു, അത്തലാമി, വിദ്യാർത്ഥികൾ ചെലവഴിക്കുന്നു. എപ്പോ ചെലവഴിക്കുന്നു? ഫി, അല്ലെങ്കിൽ എന്തിൽ ചെലവഴിക്കുന്നു? ഫി അമലിൽ വാജിബ്. നേരത്തെ അതിലൊക്കെ ലർഫുകളാണ്. ലർഫ്, ജാർ മജ്റൂർ, ലർഫ് എന്നൊക്കെ പറയുന്നത്, ഹാല് എന്നൊക്കെ പറയുന്നതിന് ഒരേ ഇഫക്റ്റ് ആണ്. അതായത് ഒരു നസ്ബിന്റെ മഫ്ഊൽ ബിയുടെ സ്ഥാനത്ത് ജാർ മജ്റൂറോ ഹാലോ ലർഫോ ഒക്കെ വന്നുകൊണ്ട് ആ സ്ഥാനത്ത് വരാവുന്നതാണെന്നുള്ളൊരു നിയമമാണ്. അതൊന്നും ഈ നിയമം ഇവിടെ പറയാൻ പാടില്ലാത്തതാണ്. അങ്ങനെ പറയേണ്ട കാര്യമില്ല. നിയമം ഒന്നും നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ ആ ഭാഷയുടെ സ്ട്രക്ചർ പഠിച്ച നിയമം ക്രമേണ നിങ്ങളുടെ പിന്നാലെ വന്നോളൂ. മാ മിഖ്ദാറു അൽ വാജിബ് അല്ലദീ തുഅദ്ദീഹി കുല്ല യൗം, മാ മിഖ്ദാറുൽ വാജിബ്, അവിടെ മിഖ്ദാറുൽ വാജിബ് എന്ന് പറയുന്നതാണ് അല്ലദീ തുഅദ്ദീഹി കുല്ല യൗം, ദിവസവും നിർവഹിക്കുന്ന ജോലികളുടെ മൂല്യം എത്രയാണ്, അല്ലെങ്കിൽ അതിന്റെ അളവ് എന്താണ്, എല്ലാ ദിവസവും നിർവഹിക്കുന്ന ഉത്തരവാദിത്വങ്ങളുടെ അളവ് എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. അവിടെ പോട്ടെ. അസ്മാ നോക്കൂ, മിഖ്ദാർ, അളവ് എന്നർത്ഥത്തിൽ, ഇസ്തിബിയാൻ, ഡിസ്ക്രിപ്ഷൻ എന്നുള്ള അർത്ഥത്തിൽ, മുറബ്ബ, കോളം എന്നർത്ഥം, മാദ്ദത്ത് എന്ന് പറഞ്ഞാൽ ദിറാസിയ, അതായത് മാദ്ദ ദിറാസിയ എന്ന് പറഞ്ഞ ഒന്നുകിൽ ഒരു കോഴ്സ്, ഇപ്പൊ നമ്മളുള്ള കോഴ്സ് പേപ്പർ എന്നൊക്കെ പറയുക, അല്ലെങ്കിൽ ഒരു മോഡ്യൂൾ എന്ന് വേണമെങ്കിൽ പറയാം. മോഡ്യൂൾ അതവിടെ ഉദ്ദേശിക്കുന്ന ഒരു മർഹലയാണ് ഒരു സെമസ്റ്റർ. മാദ്ദ ദിറാസിയ എന്ന് പറഞ്ഞൊരു മോഡ്യൂൾ എന്നോ ഒരു ചാപ്റ്റർ പോലെയും പറയാം. വഹദ എന്നുള്ള യൂണിറ്റ് അവിടെ ഉള്ളതുകൊണ്ടാണ് പിന്നെ അത് പറയാത്തത്. അപ്പൊ മാദ്ദ എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ എന്നുള്ള അർത്ഥത്തിലാണ്. മാദ്ദ ദിറാസിയ എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത കണ്ടന്റ് ഓഫ് മെറ്റീരിയൽ.
a certain amount of a certain content of studying materials. അതാണ് മാദ്ദത്ത്. മാദ്ദത്തിന്റെ ജമ്മാണ് മവാദ്. ഷെയ് എന്ന് ചിലത്, സഗീർ ചെറുത്, സിഗാർ ചെറുത്, നുറൂറി എന്നൊക്കെ പറയും. പോയി നടക്കൂല. അപ്പൊ നമ്മൾ മാദ്ദ ദിറാസിയത്തെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അതാണ് നമ്മള് ഇപ്പൊ മാദ്ദ ദിറാസിയെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അടുത്ത മവാദ്, മാദ്ദത്തിന്റെ ജമ്മാണ് ഷെയ്, സിഗാർ, ലറൂറി ചെറുത്, സഗീറിന്റെ ജമ്മാണ് സിഗാർ, ലറൂറി അത്യാവശ്യമാണ്, അക്കൽ ഏറ്റവും ചെറുത്, മുഅല്ലം അധികവും, മെജോറിറ്റി ഓഫ്, ലദയ്യ വിത്ത് മീ, ബിദൂന വിത്തൗട്ട്, മുതവസ്സിത് മെഡീവൽ അല്ലെങ്കിൽ ത്രൂ ദ മീഡിയം ഓഫ്, മുതവസ്സിത് മീഡിയം എന്നൊക്കെ അർത്ഥം. അടുത്ത അഫ്ആലുകളാണ് അദ്ദ, കല്ലഫ, ഇസ്തഗ്റക, അംഗന, ഇഹ്തമ്മ, ആഖബ, സജ്ജല. അദ്ദ എന്ന് പറഞ്ഞാൽ നിർവഹിക്കുക, അദ്ദ യുഅദ്ദി. കല്ലഫ ടു എൻട്രസ്റ്റ്, ഒരാളെ ചുമതലപ്പെടുത്തുക അല്ലെങ്കിൽ ടു അസൈൻ, ഇതൊക്കെയാണ് കല്ലഫ. ഇസ്തഗ്റക ടു ടേക്ക് ടൈം, ടു ടേക്ക് എ ഡ്യൂറേഷൻ ഓഫ് ടൈം, അതാണ് ഇസ്തഗ്റക. അംകന സാധ്യമാവുക, ഇഹ്തമ്മ പ്രാധാന്യമുള്ളതാവുക, ആഖബ ശിക്ഷിക്കുക, സജ്ജല രജിസ്റ്റർ ചെയ്യുക. കലിമാത്ത് നഹ്വിയ ഖദ് മഅ അൽ ഫിഅൽ മുളാരി, മുളാരിയോടൊപ്പം ഖദ് എന്ന ഒരു സീഗ കൊണ്ടുവരുന്ന, ഖദ് എന്ന ഒരു ഹർഫിനെ കൊണ്ടുവരുന്നതാണ് ഒരു മോഡലാണ് ഇവിടെ കണ്ടത്. ഖദ് യഅമലു തലാമീദ്. നമുക്ക് കലിമാത്ത് നഹ്വിയ താബീറാത്ത്. മാ റഅയുക, എന്താ നിന്റെ അഭിപ്രായം? ലാ ഷൈ, ഒന്നുമില്ല. ഇത് രണ്ട് എക്സ്പ്രഷനാണ് നിങ്ങൾ കാണാൻ കഴിയും. അവിടെ കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കുന്നത് അതിൽ എക്സസൈസുകളെല്ലാം നിങ്ങൾ ചെയ്ത് നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. അടുത്തത് എൻ്റെ ആൻസറൊക്കെ ഇവിടെ കൊടുത്തിട്ട് ഞാനത് ഡിസ്കസ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് സ്വയം നോക്കി സഹായിച്ച് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അതായത് ഇനി തഅബീർ ഷഫവി എന്ന് പറയുന്ന ഭാഗമാണ് നമുക്ക് നോക്കേണ്ടത്. താബീർ ഷഫവി എങ്ങനെയാണ് നോക്കാം? താബീർ ഷഫവി നമ്മൾ നേരത്തെ കാര്യങ്ങളൊക്കെ കണ്ടതാണ്. വഹദ അസ്സാമിന എന്നാണ്, അത് സാബിആയിലാണ്. 7th യൂണിറ്റിൽ സഞ്ചരിക്കുന്നേ ഉള്ളൂ. 7th യൂണിറ്റിൽ 12ാമത്തെ ചാപ്റ്ററാണ്, 13ാമത്തെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. ചാപ്റ്റർ 13 ആണ്. ചാപ്റ്റർ 13-ലെ നമ്മൾ പ്രാമുഖമായ എക്സസൈസുകളൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അതായത് തദ്രീബാത്ത് ഷഫഹിയ എന്ന് പറയുന്ന ഭാഗത്തിലേക്കാണ് നമുക്ക് ഇനി പോകേണ്ടത്. ടൈറ്റിൽ നമ്മൾ കണ്ടത് ഇതാണ്. ഇതാണ് മാറ ഫിൽ വാജിബിൽ മൻസിലി എന്ന 13ാമത്തെ ചാപ്റ്റർ. 14ാമത്തെ ചാപ്റ്ററിലേക്ക് ഇനി കിടക്കാറുള്ളൂ. 14ാമത്തെ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുമ്പോൾ അപ്പൊ ഇതിലെ എക്സസൈസുകളെല്ലാം നമ്മൾ തദ്രീബാത്തുകളൊക്കെ കുറേക്കുറെ പരിചയപ്പെടാത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. അടുത്തത് അൽ ഹഫ്ലു തംസീലി എന്ന് പറയുന്ന ചാപ്റ്റർ. അൽ ഹഫ്ലു തംസീലി ഹഫ്ലു തംസീലി എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. നോക്ക്, അൽ വഹദ അസ്സാമിന. 2 ആൾക്കാരുണ്ട്. ഈ ഫോട്ടോയിൽ കാണാം. ഒരു എത്ര ഫോട്ടോസ് ഉണ്ട്? 3,
4, 5, 6, 7 ഫോട്ടോസ്. 7 ഫോട്ടോയിൽ കൂടെ ഉള്ള ചിത്രീകരണങ്ങളാണ്. അതാണ് കാണേണ്ടത്. 7 ഫോട്ടോ ശ്രദ്ധിക്കുക. حوار ستقيم مدرستنا حفلا تمثيليا في الأسبوع القادم هل ستحضر لمشاهدته يا أبي؟ بالطبع. ما اسم المسرحية؟ ഒന്നാമത്തെ سيقيم مدرستنا. അപ്പോൾ സ്കൂൾ ഈസ് ഓർഗനൈസിങ് അല്ലെങ്കിൽ കണ്ടക്ടിങ് ഹഫ്ലൻ തംസീലിയൻ ഒരു നാടകത്തിന്റെ കൂട്ടായ്മ, നാടക സദസ്സ് സംഘടിപ്പിക്കുന്നു. سيقيم مدرستنا حفلا تمثيليا في الأسبوع القادم in the coming week. هل ستحضر لمشاهدته يا أبي؟ هل ستحضر താങ്കൾ അതിൽ പങ്കെടുക്കാൻ സന്നദ്ധനാകുമോ? സതഹ്ലുർ താങ്കൾ പങ്കെടുക്കുമോ? ഹൽ സതഹ്ലുർ താങ്കൾ പങ്കെടുക്കാൻ സാധ്യതയുണ്ടോ? താങ്കൾ സന്നിഹിതനാകാൻ സാധ്യതയുണ്ടോ? താങ്കൾ സന്നിഹിതനാകുമോ? ഹൽ സതഹ്ലുർ ലിമുഷാഹദത്തി അത് കാണുന്നതിന് വേണ്ടി. ഉപ്പയോടാണ് ചോദിക്കുന്നത്. യാ അബി ഹൽ സതഹ്ലുർ ലിമുഷാഹദത്തി അത് കാണുന്നതിന് വേണ്ടി താങ്കൾ ഹാജരാകുമോ? അപ്പോൾ ഉറപ്പായിട്ടും. എന്താണ് നാടകത്തിന്റെ പേര്? അന്നാസർ സലാഹുദ്ദീൻ എന്നാണ് ഫൈസൽ പറഞ്ഞു. സദീഖ് അബ്ദുൽ അസീസ് സയഖൂമു ബിദൗരി സലാഹുദ്ദീൻ. അന്നാസർ സലാഹുദ്ദീൻ എന്ന പേരിലുള്ള നാടകമാണ്. എൻ്റെ സുഹൃത്ത് സലാഹുദ്ദീൻ എൻ്റെ സുഹൃത്ത് അബ്ദുൽ അസീസ് സലാഹുദ്ദീന്റെ റോളിൽ അഭിനയിക്കുന്നുണ്ട്. സദീഖ് അബ്ദുൽ അസീസ് സയഖൂമു ബി ദൗരി സലാഹുദ്ദീൻ. എൻ്റെ സഹോദരൻ എൻ്റെ സുഹൃത്ത് അബ്ദുൽ അസീസ് സലാഹുദ്ദീന്റെ റോളിൽ അഭിനയിക്കുന്നു. അല്ല വാന്ത ഹൽ സതസ്തരിക്കു ഫിൽ മസ്റഹിയ എന്നാ നിങ്ങൾ നാടകത്തിൽ പങ്കെടുക്കുന്നുണ്ടോ? ഫൈസൽ സാലുഹർ ഫി മഷ്ഹദി ഇന്തിസാറുൽ മുസ്ലിമീന ഫി മാരിക്കത്തി ഹിത്തീൻ ഫിൽ ഫസ്ലിൽ അഖീർ. നൂറ്റാണ്ട് അവസാനത്തിൽ വാന്ത സതസ്തരിക്കു ഫിൽ മസ്റഹിയ നിങ്ങൾ ഈ നാടകത്തിൽ പങ്കെടുക്കുന്നുണ്ടോ? സാലുഹർ ഫി മഷ്ഹദി ഇന്തിസാറുൽ മുസ്ലിമീന ഫി മാരിക്കത്തി ഹിത്തീൻ. ഹിത്തീൻ യുദ്ധത്തിൽ മുസ്ലിങ്ങളുടെ വിജയം ആഘോഷിക്കുന്ന ആ സീനിൽ ഫിൽ ഫസ്ലിൽ അഖീർ ഇൻ ദ ലാസ്റ്റ് സീൻ ഫിൽ ഫസ്ലിൽ അഖീർ അതിൽ ഞാനുണ്ട്. കം സഅതൻ തസ്തഗറത് ഫിൽ മസ്റഹിയ ബിൽ യാ ഫൈസൽ. എത്ര സമയമെടുക്കും ഈ നാടകം അരങ്ങേറാൻ? എത്ര മണിക്കൂർ എടുക്കും ഈ നാടകം അവതരിപ്പിച്ച് പൂർത്തിയാക്കാൻ? സഅതൻ നിസ്ഫു സഅ മിന സാദിസ ഹത്ത സാബിഅ നിസ്ഫു സഅ. വൈകുന്നേരം 6 മുതൽ 7:30 വരെയാണ്. സാദിസ 6 മുതൽ ഹത്ത സാബിഅ 7:30 വരെയാണ്. 1.5 മണിക്കൂർ. കം യോമൻ തസ്തമിറുൽ ഈ ഷോ എത്ര ദിവസം ഉണ്ടാവും? കം യോമൻ തസ്തമിറുൽ ഇസ്തമറ ടു ബി കണ്ടിന്യൂഡ്. കം യോമൻ ഇസ്തമിറുൽ അറൽ ഈ ഷോ ഇത് എക്സിബിറ്റ് ചെയ്യുന്ന സിനിമ കാണിക്കൽ എത്ര ദിവസം തുടരും? 3 അയ്യാമിൻ 7 ദിവസം. ساعة من النسوة كم يوما تستمر العرض؟ 3 أيام من الثلاثاء حتى الخميس. അതായത് യൗമുൽ അഹദ്, യൗമുൽ ഇത്നൈൻ, യൗമുൽ സലാസാ എന്ന് പറഞ്ഞാൽ ചൊവ്വാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ഈ ഷോ ഉണ്ടായിരിക്കും. ഫൈസൽ അനായലൻ അബി തദാക്കിർ. ഞാനും ടിക്കറ്റ് വിൽക്കുന്നുണ്ട്. കം തദക്കിറത്തും തുരീദ്. എത്ര ടിക്കറ്റ് നിങ്ങൾക്ക് വേണം? ഉരീദു സലാസ തദാക്കിർ ലി ഹഫ്ലി യൗമുൽ ഖമീസ്. അതായത് വ്യാഴാഴ്ച ദിവസത്തേക്കുള്ള കൂട്ടായ്മയിൽ ആ ഗാദറിങ്ങിൽ എനിക്കും ടിക്കറ്റ് വേണം. 3 ടിക്കറ്റ്. ഉരീദു സലാസ തദാക്കിർ ലി ഹഫ്ലി യൗമുൽ ഖമീസ് വാഹിദത്തൻ ലി വിലാദതിക വഖറ ലി അഖീക വസാലിസത്തി ലി. 3 ടിക്കറ്റ് വേണം. വാഹിദത്തിൽ വാലിദത്തിക്ക, ഒന്ന് നിങ്ങളുടെ ഉമ്മക്ക്, വഖ്റാലി അഖീക്ക, ഒന്ന് നിങ്ങളുടെ സഹോദരന്, വസാലിസലി മൂന്നാമത്തെ നിങ്ങൾക്ക് തന്നെ, വസാലിസലി എനിക്ക്. ഫൈസൽ അത്തദ്ക്കിറ നിസ്ഫു ദീനാർ. ടിക്കറ്റ് ആയിട്ട് അര ദീനാറാണ് ടിക്കറ്റിന്റെ വില. ഇതാണ് ആ ചാപ്റ്റർ. അപ്പൊ എന്റെ എക്സസൈസ് നിങ്ങൾ ചെയ്യുക. തദ്രീബ് അഷ്റഫി മുഹദ്ദസ നേരത്തെ കണ്ട പോലെ ടെക്സ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ് ഒന്നാമത്തത്. അസ്ഇലത്തു അലൻ നസ്. അതുപോലെ സുഅൽ മസ്മുൽ മസ്റഹി, നാടകത്തിന്റെ പേരെന്താണ്, നാടകത്തിന്റെ പേരെന്താണെന്ന് എഴുതുക.
രണ്ടാമത്തെ അസിലത്തിന് നസ് തംസീൽ മഷദ്, അതായത് സ്പോട്ടിൻ കയറി, അതാണ് തംസീലിൽ മഷദ്. സ്ഫോടൻ കയറി എന്നല്ല, തംസീലിൽ മഷദ്, അരങ്ങത്ത് നാടകം അവതരിപ്പിക്കുന്നത്. ഇദ്ദത്ത് മിനത്തലാം, ഇതൊരു സംഘം വിദ്യാർത്ഥികളാണ്. കുല്ലു തിൽമീദൈൻ യഖുമാനി ബിതംസീലിൽ ഹിവാർ, എത്രത്തോളം എന്ന് പറഞ്ഞാൽ നാടകം അവതരിപ്പിക്കുന്നത് റിഹേഴ്സൽ എന്നാണ്. ഇതൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് തൽക്കാലം ഞാൻ ഷെയർ ചെയ്യാണ്, എനിക്ക് ക്ഷീണമുണ്ട്, നിർത്തിയാണ്. പറ്റൂല, ഉറക്കം വന്നു.